പ്രൊമോഷന് യൂസ് ചെയ്യും, നീ സെയിൽ നിന്റെ വെബ്സൈറ്റ് ചെയ്യും. അത് എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ എല്ലാവരും കൂടി മെസ്സേജ് സാധനം വേണം സാധനം വേണം സാധനം വേണം, എങ്ങനെ സെയിൽ മാനേജ് ചെയ്യും, ഈ മെസ്സേജുകൾക്ക് അനുസരിച്ച് എങ്ങനെ ലോജിസ്റ്റിക്സ് സെറ്റ് ചെയ്യും, ഇവരുടെ എല്ലാ അഡ്രസ്സും മാനുവലി ഇരുന്ന് എഴുതി ഓരോന്ന് ഒട്ടിക്കും. എന്തിനാ എഫേർട്ട്? നല്ല അടിപൊളി ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വരുന്ന ഓരോ ഓർഡറിനും കസ്റ്റമറിന്റെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം അടക്കം നേരെ പ്രിന്റ് എടുക്കുക, പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുക, അയക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അത് കോംപ്ലിക്കേഷൻ ആക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ടിക്ടോക്ക് ഇതിലൊക്കെ ചെയ്യുന്നവർക്ക് വരാൻ പോകുന്ന പ്രശ്നം, നാളെ ഒരു സമയത്ത് ഒന്നുകിൽ പ്ലാറ്റ്ഫോം മൊത്തത്തിൽ പോവുക, അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് പോവുക. ആർക്കെങ്കിലും ഒരാൾക്ക് ഗ്യാരണ്ടി പറയാം ഇന്നത്തെ എന്റെ അക്കൗണ്ട് നാളെ അതുപോലെ ഉണ്ടാവുമെന്ന്? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഗൈഡ് ലൈൻസ് മാച്ച് ആവാതെ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ടോ അപ്പുറത്ത് എന്തെങ്കിലും ഒരു പൂച്ച എന്തെങ്കിലും ചത്ത് കിടന്നാൽ പോലും ഗൈഡ് ലൈനെതിരാ. അതായത് ഒരു ബ്ലഡ് അങ്ങനെയുള്ളവർക്ക് ഗൈഡ് ലൈൻ എതിരാ. അതൊക്കെ കണ്ടാൽ എന്ത് വരും? നമ്മുടെ അക്കൗണ്ടിനെ അത് അഫക്ട് ചെയ്യും. ചെറിയ കാര്യം മതി അവരുടെ ഗൈഡ് ലൈൻ എതിരാവാൻ. നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കണ്ണിൽ പെടാത്തൊരു സാധനം പോയാൽ മതി, കൊണ്ടുപോയി.